തിരുവനന്തപുരം മുതലപ്പുഴയിൽ തുടർച്ചയായി വള്ളം മറിഞ്ഞുണ്ടാകുന്ന അപകടത്തിൽ നടപടി ആവശ്യപ്പെട്ട് ലത്തീൻ അതിരൂപതയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. നിയമസഭയിലേക്ക് മത്സ്യത്തൊഴിലാളികൾ മാർച്ച് നടത്തുകയാണ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ഷഫീദ് റാവുത്തറാണ്. ഷഫീദ്, പലതവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്, പലതവണ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രതിഷേധം ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കാനാവുന്നു. വിവരങ്ങൾ. ക്രിസ്ത്യന, തുടർച്ചയായി മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഉണ്ടാകുന്ന മരണങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് രാവിലെയും ഒരു അപകടം ഉണ്ടാവുകയും വള്ളം മറിഞ്ഞ അപകടം ഉണ്ടാവുകയും അപകടത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തു. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് കേരള ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിയമസഭയിലേക്ക് ഒരു മാർച്ച് നടത്തുന്നത്. ആ മാർച്ചിൽ മുതലപ്പുഴയിലെ അപകട കാരണം ശാസ്ത്രീയമായി പഠനം നടത്തി ശാശ്വതമായ പരിഹാരം അത് അടിയന്തരമായി നടപ്പിലാക്കുക, മരണമടഞ്ഞവർക്കും നാശനഷ്ടങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം നൽകുക, ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നിയമസഭയിലേക്ക് ഇപ്പോൾ ഇവർ മാർച്ച് നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സംസാരിച്ച വൈദികനായിട്ടുള്ള ഫാദർ യൂജിൻ പെരേര ഇത് പറഞ്ഞത്, ഈ വേദനാജനകമായ നിമിഷങ്ങളിലൂടെയാണ് മുതലപ്പുഴയിലെ ആളുകൾ കടന്നു പോകുന്നത്. അത് പ്രകടിപ്പിക്കാനാണ് ഈ സമരം. ഇന്ന് രാവിലെ പോലും ഒരാളുടെ ജീവൻ നഷ്ടമായി. മരണം ആവർത്തിച്ച് നടന്നാലും കണ്ണു തുറക്കാത്ത ഭരണാധികാരികളുടെ അവസ്ഥയാണ് ഇത്തരം അപകടങ്ങൾക്ക് കാരണം. മാത്രമല്ല, ഫിഷറീസ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് 7 ഉറപ്പുകൾ നൽകിയിരുന്നു. അത് അടിയന്തരമായി നടപ്പാക്കുമെന്ന് കഴിഞ്ഞ വർഷം പറഞ്ഞു. പക്ഷേ അക്കാര്യങ്ങളടക്കം ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ കടന്നിട്ടില്ല. 2018 മുതലുണ്ടായ എല്ലാ അപകടങ്ങളും ഉത്തരവാദി അദാനിയായി മാറണം, 5 ലക്ഷവും 10 ലക്ഷവും കൊടുത്താൽ പോരാ, ഒരു കുടുംബം പോറ്റാനുള്ള നഷ്ടപരിഹാരം നൽകണം എന്നടക്കമുള്ള കാര്യങ്ങൾ യൂജിൻ പെരേര ഇപ്പോൾ ഈ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ പറഞ്ഞിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതിഷേധം സംഘടിപ്പിക്കാനും ഇത് സഭയിൽ ഉന്നയിക്കാനും നിലവിൽ ഇപ്പോൾ ആവശ്യപ്പെടുമെന്ന് KLC അറിയിച്ചിട്ടുണ്ട്. ക്രിസ്tina. ശരി, മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളുടെ നിയമസഭാ മാർച്ചുമായി ബന്ധപ്പെട്ട വിവരങ്ങളായിരുന്നു ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.